ഈ ഒരു ക്വസ്റ്റ്യൻ 2020 CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC, അതിൽ AD മീഡിയൻ ആണ്. ഇഫ് EFG ആർ മിഡ് പോയിന്റ് ഓഫ് AD AE DE, അങ്ങനെയാണെങ്കിൽ BFGയുടെ ഏരിയ ആണ് ചോദിച്ചത്. വിത്ത് റെസ്പെക്ട് ടു ABC ആയിരുന്നു ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC. ദെൻ ഇയും എഫും ജിയും ADയുടെയും AEയുടെയും DEയുടെ മിഡ് പോയിന്റ്. ആദ്യം തന്നെ AD മീഡിയൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, AD മീഡിയൻ എന്ന് പറയുന്നുണ്ട്. മീഡിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി ഞാൻ സപ്പോസ് ABCയുടെ ഏരിയ നിങ്ങളുടെ ഓപ്ഷനകത്ത് 1/4, 1/8, 1/2 അങ്ങനെയൊക്കെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ABCയുടെ ഏരിയ ചുമ്മാ 8 എന്ന് അസ്യൂം ചെയ്യുകയാണ്, കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ 4, ഇതിൻ്റെ ഏരിയ 4 എന്ന് പറയാം. കാരണം മീഡിയൻ ആണല്ലോ, മീഡിയൻ രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ABDയുടെ ഏരിയ 4 എന്ന് പറയാം, ഏരിയ. ഓക്കെ, കാരണം രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. ഇനി E എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിന്റ് ആണ്. E എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, E എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ABD എന്ന് പറയുന്നത് 4 ഇതും മീഡിയൻ ആണ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ മീഡിയൻ ആണ്. ഇതിൻ്റെ ഏരിയ നേരെ രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2, 2 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്യും. 2, 2 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇത് അവിടെ ഇരിക്കട്ടെ. ദെൻ എഫ് എന്ന് പറയുന്നത് എയുടെ മിഡ് പോയിന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എന്തിൻ്റെ മിഡ് പോയിന്റ് ആണ്? എയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എഫ് എയുടെ മിഡ് പോയിന്റ് ആണ്. നമുക്ക് അങ്ങനെ വരച്ച് നോക്കാം. ഓക്കെ, എഫ് എന്ന് പറയുന്നത് എയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് ഫോം ചെയ്ത ഏരിയനെ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 നേരത്തെ, അപ്പോൾ ഇത് 1, 1 എന്ന് പറയാം. ഓക്കെ, ദെൻ ജി എന്ന് പറയുന്ന ഡിയുടെ മിഡ് പോയിന്റ് ആണ്. ജി എന്ന് പറയുന്നത് ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ ആ BD എന്ന ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 BD, സോ ഇവിടെ 1, ഇവിടെ 1 എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കിട്ടും, മിഡ് പോയിന്റ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ചോദിക്കുന്ന BFG ആണ്. BFG എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, വേണമെങ്കിൽ കളർ ചെയ്ത് കാണിച്ചു തരാം. BFG ഇതാണ് BFG എന്ന് പറയുമ്പോഴത്തേക്ക് ABCയുടെ ടൈമിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ 8 എടുത്തത്. ദെൻ ഇത് 1 കിട്ടി. ഓക്കെ, ഇത് 1 ആയിരുന്നു, ഇത് 1 വന്നു, ഇത് 1 വന്നു, ഇത് 1 വന്നു. ഓക്കെ, അപ്പോൾ BFGയുടെ ഏരിയ നോക്കുമ്പോഴത്തേക്ക് 2 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് റേഷ്യോ ആണ് എടുക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. BFGയുടെ ഏരിയ നോക്കുമ്പോഴത്തേക്ക് 2 എന്ന് പറഞ്ഞു കിട്ടും ഏരിയ. ഇനി വലിയ ട്രയാങ്കിൾ ABCയുടെ ഏരിയ നോക്കുവാണെങ്കിൽ 8 നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് BFG എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ABC എടുത്തു കഴിഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞു കിട്ടും. ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് 1/4 എന്ന് പറഞ്ഞു കിട്ടും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്.